ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അയിലക്കറി വെക്കുന്ന വീഡിയോ കേട്ടോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് നന്നായി മുറിച്ച് കഴുകി വെച്ച അയില കേട്ടോ. പിന്നെ ആവശ്യത്തിന് 2 തക്കാളിയും പിന്നെ ഒരു കഷ്ണം വെല്ലുള്ളി പിന്നെ 2 പച്ചമുളക് അടുത്തത് അടുപ്പിലേക്ക് ചട്ടി വെക്കട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടാവട്ടെ. അങ്ങനെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടോ. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത്ര മതി കേട്ടോ. എന്നിട്ട് മുറിച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. നല്ലോണം വാടി വരട്ടെ. അങ്ങനെ ഉള്ളി നല്ലോണം വാടി വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ലേശം അങ്ങനെ ഉള്ളി നല്ലോണം വാടി വന്ന് കിട്ടോ. ഇനി അടുത്തത് ഒരു സ്പൂണ് മുളകും പൊടി ചേർക്കില്ല. ഇങ്ങനത്തെ സ്പൂണ് മുളകും പൊടി കേട്ടോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. അടുത്തത് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. നന്നായിട്ട് മിക്സാക്കി കൊടുക്കട്ടോ. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പുളിവെള്ളമാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടാം. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. അങ്ങനെ കറി തിളക്കുമ്പോഴത്തേക്ക് പിന്നെ മസാല റെഡിയാക്കാം. ഇത് നന്നായിട്ട് കഴുകി വെച്ച് ചെറുതാക്കി മുറിച്ച ചിക്കനാട്ടോ. ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് മുളകും പൊടി ചേർക്കട്ടോ. 1 സ്പൂണാണ് ഞാൻ ഇട്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കട്ടെ കേട്ടോ. ഇതിൽ കുറച്ചും കൂടി മുളക് ഇട്ട് കൊടുക്കട്ടെ. മുളക് പൊടി കുറച്ചും കൂടി ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ഇതിൽ കുറച്ച് ഓയിൽ ചേർക്കുക. ലേശം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് കറി തിളച്ചോ നോക്കട്ടോ. തുറന്ന് നോക്കുക. അങ്ങനെ കറി നല്ലോണം തിളച്ച് സെറ്റായി കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് അരച്ച തേങ്ങയാണ്. ഈ അരച്ച തേങ്ങ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. അടുത്തത് ഇതിലേക്ക് ഈ കഴുകി വെച്ച അയിലിട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. അങ്ങനെ കറി തിളയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാന് വെച്ചിട്ട് ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഈ ചിക്കൻ പെരക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. നന്നായി ഞാൻ ചെറുതാക്കി മുറിച്ച
അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ. ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ മിക്സായി, മീനൊക്കെ വെന്തിട്ട് പിന്നെ ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോഴത്തെ അടുത്തുനിന്ന് ചിക്കൻ നന്നായിട്ട് വേകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വേണ്ട ചിക്കന്. അങ്ങനെ ചിക്കന് മറിച്ചിട്ട് കൊടുക്കട്ടോ. ഇവരെല്ലാം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്ലേറ്റിലേക്ക് കോരി വെക്കാം. നിനക്ക് വേണോ? ആളുണ്ട് കേട്ടോ കൂടെ. ആദം ഹായ് പറ. ഹായ്. ഇനി ബാക്കിയുള്ള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. വാവക്ക് വേണോ? ഹായ് പറ. ആദം ഹായ് പറ. ആദമേ ഹായ് പറ. ഹായ്. നിങ്ങൾക്ക് ചിക്കൻ വേണോ വാവക്ക്? തരേ. നല്ല ചിക്കന് മറിച്ചിട്ട് കൊടുക്കട്ടോ. ആദം ചായ വേണോ? ആദം അങ്ങനെ ചിക്കനും വെന്തിട്ടോ നന്നായിട്ട്. ഇത് കോരിയെടുക്കുക. ഫ്ലെയിം ഓഫാക്കട്ടെ. വാവ എങ്ങോട്ട് വാ. അങ്ങനെ ചിക്കൻ പൊരിച്ച് സെറ്റായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.